ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ 2 ദിവസമൊക്കെ അവധിയായിരുന്നല്ലേ? അപ്പൊ ദീപാവലിയൊക്കെ എല്ലാരും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചോ? അപ്പോ ഇന്ന് നമുക്ക് കോസ്റ്റിംഗ് ആണ് നോക്കാനുള്ളത്. കോസ്റ്റിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ കഴിഞ്ഞു. അപ്പൊ അതിന്റെ MCQs ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞോ ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനൊക്കെ ചില എന്താ പറയുന്നത്, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ചില സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? ഒരു യൂണിഫോമിറ്റി in order to achieve uniformity, consistency and transparency in cost accounting procedures and in the preparation of cost statements. കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ഒരു റൂള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കുറച്ചധികം സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. ഞാൻ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം സ്റ്റാൻഡേർഡ്സിനെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഏതാണ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? എങ്ങനെയാണ് കോസ്റ്റിനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ സ്റ്റാൻഡേർഡിൽ വരുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഈ കോസ്റ്റ് നമുക്ക് പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടല്ലോ. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്? ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഏത് തരത്തിലാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്? ഈ ക്ലാസിഫൈഡ് കോസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഡീൽ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഇസ് ടു ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഡിസ്ക്ലോഷർ ആൻഡ് പ്രസന്റേഷൻ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ കോസ്റ്റ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ള ഒരു റൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എല്ലാ കോസ്റ്റ് അക്കൗണ്ടൻസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിലും എന്തുണ്ടാവും? ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെയും ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. CAS 1 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇനി നമുക്ക് 2 പോവാം. ഇനി രണ്ടാമത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ. കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസോഴ്സിനെ അതിൻ്റെതായ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗോള്, നമ്മുടെ
ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഒരു ഒപ്റ്റിമൽ എന്താണ് പറയുന്നത് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് നമുക്ക് ഒരു മാക്സിമം പ്രൊഡക്ഷൻ എന്ത് മാത്രം കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്റി, ഒരു പ്ലാന്റിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് CAS2 എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, നമ്മുടെ പ്ലാന്റിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ്, നമ്മളിപ്പോൾ നിലവിൽ എത്ര കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര അത് ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര അത് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയും തമ്മിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിലവിലെ ഓപ്പറേറ്റിംഗ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്ലാന്റ് കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഓരോ റിസോഴ്സിനെ എത്രമാത്രം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐഡിയൽ കപ്പാസിറ്റി ഒക്കെ നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന കപ്പാസിറ്റി എത്രയാണ്, നമ്മളിപ്പോൾ നിലവിൽ ഏത് റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനും, ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ പറയുന്നത്, കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ. അപ്പോൾ CAS1 എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓരോ ഇത് പഠിക്കുമ്പോഴും നമ്മൾ അടുത്തതും കൂടെ ഓർത്തിരിക്കുക. ഇനി CAS3 ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് അല്ലേ. അപ്പൊ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ ഏത് രീതിയിലാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെയുള്ള കോസ്റ്റുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അത് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അത് വീതിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണത് പ്രോഡക്റ്റിലോട്ട് നമ്മളത് ആ ഒരു കോസ്റ്റുകൾ നമ്മൾ അബ്സോർപ്ഷൻ എങ്ങനെയാണ് പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവരേണ്ടത്, പ്രോഡക്റ്റ് കോസ്റ്റിലോട്ട് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റൂളൊക്കെയാണ് എവിടെ വരുന്നത്? CAS3 ഓവർഹെഡ്സിൽ വരുന്നത്. In cost accounting, the analysis of collection of overheads, their allocation and apportionment to different cost centers and absorption to products or services. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ the standard set for the purpose provides a uniform basis in the preparation of cost statements and to facilitate inter-firm and intra-firm comparison. അപ്പോൾ ഒരേ രീതിയിൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയൊക്കെ ഒരേ രീതിയിൽ എല്ലാ ഓർഗനൈസേഷനിലും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ എന്താ പറയുന്ന കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് മുതൽ കോസ്റ്റ് പ്രോഡക്റ്റിലോട്ട് ചാർജ് ചെയ്യുന്നത് വരെ ഒരേ രീതിയിലുള്ള ഒരു യൂണിഫോമിറ്റി ആ ഒരു പ്രൊസീജിയറിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു പരസ്പരം രണ്ട് ഫേംസ് തമ്മിൽ കമ്പയർ ചെയ്യാനോ ഒരു ഫേമിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കമ്പാരിസൺ നടത്താനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് CAS3. അപ്പോൾ CAS3 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓവർഹെഡ്സ്. ഇനി അടുത്തത് എന്താണ്? 4 CAS4 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപിറ്റീവ് കൺസംഷൻ. ക്യാപിറ്റീവ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിലിന് വേണ്ടിയിട്ടല്ലാതെ ഗുഡ്സ് നമ്മുടെ തന്നെ കൺസംഷന് വേണ്ടി, നമ്മുടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒക്കെ അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇൻപുട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അവസരങ്ങൾ വരുമല്ലോ. അത്തരത്തിൽ നമ്മൾ ഗുഡ്സ് സെയിലിന് വേണ്ടി അല്ലാതെ നമ്മുടെ കൺസംഷന് വേണ്ടി, നമ്മുടെ ഓർഗനൈസേഷനിലെ ആവശ്യത്തിന് വേണ്ടി പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നതിനെയാണ് ക്യാപിറ്റീവ് കൺസംഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഗുഡ്സുകൾ, ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപിറ്റീവ് കൺസംഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? കണ്ടോ, ക്യാപിറ്റീവ് കൺസംഷൻ മീൻസ് ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ വൺ ഡിവിഷൻ ആൻഡ് കൺസ്യൂംഡ് ബൈ അനദർ ഡിവിഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്തായിട്ട് ഉപയോഗിക്കും? ഇൻപുട്ടായിട്ട് ഉപയോഗിക്കും. അവരത് ഉപയോഗിച്ച് അവർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ ഈ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ ഉദ്ദേശം എന്താണ്? ദ പർപ്പസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഇസ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദ പ്രിൻസിപ്പിൾസ് and methods for determining cost of production of excisable goods used for captive consumption. ഇപ്പൊ എക്സൈസ് ഡ്യൂട്ടി അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ടാക്സബിൾ ഗുഡ്സ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ, സാധാരണ മാനുഫാക്ചറിങ് ഗുഡ്സിന് എക്സൈസ് ഡ്യൂട്ടി ഒക്കെ വരുമല്ലോ. അപ്പോൾ ഇത്തരത്തില് ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ ക്യാപിറ്റീവ് കൺസംഷന് വേണ്ടി എടുക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു പ്രിൻസിപ്പിൾ ഒരേപോലെ അപ്ലൈ ചെയ്താലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ടുള്ള ഒരു കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോസ്റ്റ് കമ്പാരിസൺ, കോസ്റ്റ് ഡേറ്റ അനാലിസിസ് ഒക്കെ ഈ പോസിബിൾ ആവുകയുള്ളൂ. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇനി CAS5 എന്താണ്? CAS5 എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് സെയിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ നിയറസ്റ്റ് പ്ലേസിലായിരിക്കും, ചിലതാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കൂടുതലാവും, ചിലപ്പോൾ കുറവാവും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ ഓൺ ആൻ ആവറേജ് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു റൂളാണ്, ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ ഐഡന്റിഫൈങ് ദ എലമെന്റ് ഓഫ് കോസ്റ്റ്, ദ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോർ ട്രേസിങ്, ഐഡന്റിഫൈങ് ആൻ എലമെന്റ് ഓഫ് കോസ്റ്റ്, ഇറ്റ്സ് അലോക്കേഷൻ, അപ്പോർഷൻമെന്റ് ടു എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അത് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ്സിന്റെ ഉദ്ദേശം തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ്, നമുക്ക് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസ് എങ്ങനെയാണ് യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുക, ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ഫോർ സെയിൽ. നിങ്ങൾക്കറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? പർച്ചേസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ പ്രൊഡക്ഷൻ അത് സെയിൽ ചെയ്യണമെങ്കിലും എന്ത് വരും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ്സിൽ പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് സ്റ്റാൻഡേർഡ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ആവറേജ്ഡ് ഈക്വലൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത് സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവാം, ദൂരേക്ക് സെയിൽ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ പല ഡിസ്റ്റൻസിലാവുമ്പോൾ പല കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു ആവറേജ് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക
എന്നുള്ള അത് എങ്ങനെ അത് ചെയ്യാം എന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ്, മെത്തേഡ്സ് ആണ് ഇതിൽ ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് സാധ്യതയൊന്നും ഇത്തരം ഈ സ്റ്റാൻഡേർഡിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ നിലവിൽ 5 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? CAS-1 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. CAS-2 എന്ന് പറയുന്നത് പ്ലാന്റ് അല്ലെ, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലെ, കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ആണ് CAS-2 എന്ന് പറയുന്നത്. CAS-3 എന്ന് പറയുന്ന ഓവർ ഹെഡ്സ് ആണ്. CAS-4 എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റീവ് അല്ലെ, ക്യാപിറ്റീവ് കൺസംഷൻ അല്ലെ. CAS-3 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപിറ്റീവ് കൺസംഷൻ ആണ്. CAS-5 എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഈ ഒരു വാക്ക് ഇങ്ങനെ തന്നെ പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു വാക്ക് ഓർക്കുക. CAS-5 എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി അടുത്തത് എന്താണ്? CAS-6 എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ്, പ്രോസസ് മെറ്റീരിയൽസ്, അഡിറ്റീവ്സ്, മാനുഫാക്ചർഡ് ബോട്ട് ഔട്ട് കമ്പോണൻസ്, സബ് അസംബ്ലീസ്, ആക്സസറീസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, സ്പെയർസ് ആൻഡ് അതർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇതെല്ലാം മെറ്റീരിയൽസ് എന്ന വാക്കിൽ ഉൾപ്പെടും. അപ്പോൾ CAS-6 മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അസൈൻമെന്റ് വരുന്നത്, എങ്ങനെയാണ് അത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിലോട്ട് ഇതിൻ്റെ ഒരു കോസ്റ്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് എന്ത്? ഈ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CAS-6 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ CAS-6 എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ദി സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ ഫോളോയിങ് ഇഷ്യൂസ്. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റിസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെ വാല്യൂ ചെയ്യുന്നു? നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എങ്ങനെ വാല്യൂ ചെയ്യുന്നു? ഈ മെറ്റീരിയൽ നമ്മൾ കോസ്റ്റ് ഒബ്ജക്ട്സിലോട്ട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തൊക്കെ കാറ്റഗറി നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ബിസിനസ്സിൽ ഏതൊക്കെ കാറ്റഗറി ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, എവിടെയാണോ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണോ ഈ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെ അതിൻ്റെ ഒരു അസൈൻമെന്റ് വരുന്നു, ആ കോസ്റ്റ് എങ്ങനെ കാണിക്കുന്നു, അതൊക്കെയാണ് എവിടെ വരുന്നത്? CAS-6 പറയുന്നത്. അപ്പൊ CAS-5 എന്തായിരുന്നു? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നമ്മുടെ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. CAS-1 എന്തായിരുന്നു? ആലോചിച്ച് നോക്കുക. 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. CAS-2 എന്തായിരുന്നു? ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു? പറയൂ. CAS-2 എന്തായിരുന്നു? പ്ലാന്റ് കപ്പാസിറ്റി അല്ലെ. പ്ലാന്റ് കപ്പാസിറ്റി എന്നൊരു വാക്ക് ഓർത്താൽ മതി. അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വേർഡ് ഒന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല. ആ ഒരു ഐഡിയ നമുക്ക്, ആ ഒരു ചെറിയ ഒരു ഇത് നമുക്ക് വേണം. ഇനി CAS-7 എന്താണ്? എംപ്ലോയി കോസ്റ്റ്. CAS-7 എന്താണ്? എംപ്ലോയി കോസ്റ്റ്. എന്താ എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എംപ്ലോയീസ്, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന വേജസ്, സാലറീസ്, അലവൻസ്, ലീവ് എല്ലാം അതിൽ പെടും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഡിറ്റർമിനിങ് ദ എംപ്ലോയി കോസ്റ്റ്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ത്രൂ ദ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ് ആൻഡ് അസൈൻമെന്റ് ഓഫ് എംപ്ലോയി കോസ്റ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ദ പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ എല്ലാ എക്സ്പ്ലനേഷനിലും എല്ലാ സ്റ്റാൻഡേർഡിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്.
അതായത് എന്താണോ വേഡ് എംപ്ലോയി കോസ്റ്റ് ആണ്. ഈ എംപ്ലോയി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, എങ്ങനെയൊക്കെ അസൈൻ, ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രോഡക്റ്റിലോട്ട് സർവീസിലോട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ആ കോസ്റ്റ് അപ്ലൈ ചെയ്യാം, അപ്പോർഷൻ ചെയ്യാം, ഇതൊക്കെയാണ് എവിടെ പറയുന്നത് CA7 പറയുന്നത്, എംപ്ലോയി കോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ 6 എന്തായിരുന്നു മെറ്റീരിയൽ കോസ്റ്റ്, 5 എന്തായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, 5 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, 6 മെറ്റീരിയൽ കോസ്റ്റ്, 7 എംപ്ലോയി കോസ്റ്റ്. ക്ലിയർ ആയോ? നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വിളിച്ച മെറ്റീരിയൽ ഒരാളെ വെച്ച് കയറ്റി. അപ്പോൾ 5 ട്രാൻസ്പോർട്ടേഷൻ, 6 മെറ്റീരിയൽ, 7 എംപ്ലോയി. കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ്, CAS8 കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്, എങ്ങനെയാണ് അതിൻ്റെ അത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിലോട്ട് എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്, അതെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡാണ് CAS8 കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ്. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ടു ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് വിത്ത് റീസണബിൾ ആക്യുറസി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ ഈ പറയുന്ന യൂട്ടിലിറ്റീസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അസർടൈൻമെൻറ്റ് നടക്കുക, റീസണബിൾ ആക്യുറസിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ കൃത്യതയോടുകൂടി നമുക്ക് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് അസർടൈൻമെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും ഒരു യൂണിഫോം മെത്തേഡിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? CAS9 എന്താണ്? പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. CAS9 എന്താണ്? പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാത്തിലും സെയിം കാര്യം തന്നെയാട്ടോ പറയുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, CAS9 എന്ന് പറഞ്ഞാൽ എന്താ? പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് ഒരു തരത്തിലും ഡാമേജ് വരാതെ അതിനെ എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം. അപ്പോൾ പ്രൈമറി പാക്കിംഗ് ഉണ്ട്, സെക്കൻഡറി പാക്കേജ് ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ തന്നെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ക്രീമാണെന്ന് വിചാരിക്കുക, ആ ക്രീമിനെ ആ ക്രീമിനെ നമുക്ക് ഒരു ഇതിലോട്ട് ഇടണം അല്ലേ, ഒരു കണ്ടെയ്നറിൽ, ഒരു ട്യൂബിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു ബോട്ടിലോ അത് എന്ത് ചെയ്യണം? ആ ക്രീം അത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്, അതാണ് പ്രൈമറി പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളത് എന്ത് ചെയ്യണം? അത് ഒന്നുകൂടെ നമുക്കത് എന്ത് ചെയ്യണം? പാക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു കാർട്ടണിലൊക്കെ ആക്കി അല്ലെങ്കിൽ ഒരു ബോക്സിലൊക്കെ ആക്കി ഒരു ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മളത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നത്? ഡെലിവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡറി പാക്കേജിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും വരുന്ന കോസ്റ്റ്, ഈ പാക്കേജിംഗ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനും മെഷർമെൻറ്റും അസൈൻമെൻറ്റും ഒക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? CAS9 വരുന്നത്. പാക്കിംഗ് മെറ്റീരിയൽസ്. This standard deals with the principles and methods of determining the packing material cost. It deals with the principles and methods of classification, measurement and assignment of packing material cost for determination of the cost of product and the presentation and disclosure in the cost statements. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. ഇനി CAS10 എന്താ? ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് എവിടെയാ പറഞ്ഞത്? ഏത് സ്റ്റാൻഡേർഡിലായിരുന്നു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് കണ്ണടച്ചൊന്ന് ശരിക്കും
ശരിക്കും ശ്രദ്ധിച്ചു കേട്ടവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഏത് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞത് ഏത് സ്റ്റാൻഡേർഡിലായിരുന്നു? CS3-യിലായിരുന്നു. ഞാൻ നോക്കാതെ ആട്ടോ പറഞ്ഞത്. ഇത് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. കറക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ CS10 എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഈ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതെന്തായിരിക്കും? ഡയറക്റ്റ് എക്സ്പെൻസ്. ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വന്നിട്ടുള്ളത്, ഇതിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ മെഷർമെന്റ്, എങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്, എങ്ങനെയാണിത് എന്താ പറയുന്നത്, ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ കോസ്റ്റ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസൈൻമെന്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡാണ് CS10 എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ വിത്ത് റീസണബിൾ ആക്യുറസിയോടുകൂടി കണ്ടുപിടിക്കാൻ പറ്റുക, അത് കോസ്റ്റ് ഷീറ്റിൽ, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക, കോസ്റ്റ് കാൽക്കുലേഷനെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? CS10 വരുന്നത്. അപ്പൊ ഇന്ന് 10 സ്റ്റാൻഡേർഡ് പറഞ്ഞു. ഈ 10 സ്റ്റാൻഡേർഡിൽ എത്രണ്ണം ചോദിക്കും, ഏത് ചോദിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷെ എന്തായാലും സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ 10 സ്റ്റാൻഡേർഡ്സ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാമോ? ഈ വീഡിയോ കാണുന്ന ആളുകൾ കണ്ടു കഴിയുമ്പോൾ ഈ 10 സ്റ്റാൻഡേർഡും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അത് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വരുന്ന പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഒന്ന് മെമ്മറിയിൽ ഒന്ന് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? അപ്പോൾ ഫസ്റ്റ് CS1 എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. CS2 എന്തായിരുന്നു? പ്ലാന്റ് കപ്പാസിറ്റി അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എക്സാക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഏകദേശം ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി അങ്ങനെയായിരുന്നു അല്ലേ? CS3 എന്തായിരുന്നു? ഓവർ ഹെഡ്സ് ആയിരുന്നു. CS4 എന്തായിരുന്നു? ക്യാപിറ്റീവ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ക്യാപിറ്റീവ് കൺസംഷന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു CS4 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആവറേജ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേഷൻ ആയിരുന്നു. പിന്നെ CS6 എന്ന് പറയുന്ന മെറ്റീരിയൽ കോസ്റ്റ് ആയിരുന്നു. CS7 എന്ന് പറയുന്ന എംപ്ലോയി കോസ്റ്റ് ആണ്. CS8 എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് ആണ്. CS9 എന്ന് പറയുന്ന പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. CS10 എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഞാനിത് അത്യാവശ്യം പഠിച്ചു. ഞാൻ നോക്കിയിട്ടല്ല കേട്ടോ പറഞ്ഞത്, കാണാതെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ലാസ്റ്റ് വരെ കണ്ടവര് ജസ്റ്റ് ഒന്ന് ആ 10 എണ്ണം ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് 10 എണ്ണം ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. അല്ലെങ്കിൽ 10 എണ്ണത്തിൻ്റെയും ജസ്റ്റ് അതിൻ്റെ ഹെഡിങ്സ് മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോവാം. കാരണം നമുക്ക് വേറെയും കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വാരി വലിച്ച് ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്